മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരിക്കും? യാത്ര ചെയ്യാം, വിഷമങ്ങൾ ഒരാളോട് പങ്കുവയ്ക്കുമായിരിക്കും, പ്രാർത്ഥിക്കും, അതുപോലെ വഴിപാടുകളൊക്കെ നടത്തുമായിരിക്കും, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും. എന്നാൽ സമാധാനത്തിന് വേണ്ടി ശവപ്പെട്ടിയിൽ ഉറങ്ങാൻ സാധിക്കുമോ? തീർച്ചയായും വിചിത്രമാണ് അല്ലേ? എന്നാൽ ടാൻസാനിയയിലെ ഒരു സമ്പന്നനും ആഡംബര ജീവിതശൈലി നയിക്കുന്ന മധ്യവയസ്കനുമായ ഹാമസി തൻ്റെ ഒരു പാരമ്പര്യേതര ശീലം പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പലരും അത്ഭുതപ്പെടുന്നു. ഇദ്ദേഹം സമാധാനത്തിനും അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ 16 വർഷമായിട്ട് ശവപ്പെട്ടിയിലാണ് ഉറങ്ങുന്നത്. ടാൻസാനിയയിലെ കോഫൻ മാൻ ആരാണ് എന്നൊന്ന് നോക്കാം. സമ്പത്തുണ്ടായിരുന്നിട്ടും പരമ്പരാഗത ജീവിത രീതിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തത കണക്കിലെടുത്ത് ഹാമസിയുടെ സമ്പത്തിന്റെ ഉറവിടം അന്വേഷണങ്ങൾക്ക് എന്നും വിധേയമായിരുന്നു. ഒരു അഭിമുഖത്തിൽ തന്റെ സമ്പത്ത് കഠിനാധ്വാനത്തിൽ നിന്നും കുടുംബ പാരമ്പര്യത്തിൽ നിന്നുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കിംവദന്തികൾ പോലെ ആരാധനകളിൽ, പ്രത്യേകിച്ച് പിശാച് ആരാധനകളിൽ ഉള്ള ഒരു പങ്കാളിത്തത്തെ ഇയാൾ ശക്തമായി നിഷേധിച്ചു. തന്റെ ശവപ്പെട്ടിയിൽ ഉറങ്ങുന്നതിനെക്കുറിച്ച് ഹാമസി കൂടുതൽ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. തന്റെ ശവപ്പെട്ടിയിലുള്ള ഉറക്കത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഉറങ്ങുന്നതിനെക്കുറിച്ച് ഹാമസി കൂടുതൽ വിശദീകരിക്കുന്നത് ഇനി പറയുന്നത് പോലെയാണ്. ഈ പ്രത്യേകവും എന്നാൽ ആശ്വാസകരവും എന്ന് പറയുന്ന ഹാമസിയുടെ രീതി തന്റെ സാഹസിക മനോഭാവത്തിന്റെ, അതായത് അഡ്വഞ്ചർ മെന്റാലിറ്റിയുടെ പ്രകടനമാണെന്നും ഉറക്കത്തിൽ തന്റെ സുരക്ഷിതത്വ ബോധം, സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്നും ഇയാൾ പറയുന്നുണ്ട്. ഹാമസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചയാളുമായി ശവപ്പെട്ടികളുടെ ബന്ധം അധിക സുരക്ഷയെ സൂചിപ്പിക്കുന്നു. കൂടാതെ മരണാന്തര ചെലവുകൾ കുറയ്ക്കുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം ഈ പരമ്പരാഗത ആചാരത്തെ ന്യായീകരിക്കുകയാണ്. ഇതിനകം തന്നെ ഒരു ശവപ്പെട്ടി ഉള്ളതിനാൽ മരണശേഷം പ്രിയപ്പെട്ടവർ ഒരു ശവപ്പെട്ടിക്ക് വേണ്ടി അമിതമായി ചെലവഴിക്കേണ്ട ആവശ്യമില്ലെന്നും ഹാമസി വാദിക്കുന്നുണ്ട്. ഒപ്പം ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത പലതും ഹാമസിക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ താനൊരു ദുർമന്ത്രവാദിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ വേണ്ടി മാത്രമാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഹാമസി പറയുന്നത്. ഹാമസി വർഷങ്ങളോളം തന്റെ രാത്രികാല ശീലങ്ങൾ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടൽ കൂട്ടുകാർക്കും ബന്ധുക്കളിലുമൊക്കെ സംശയമുളവാക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ എവിടെയോ ആണ് ആ സത്യം പുറത്തു വന്നത്. ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന പതിവ് കണ്ടെത്തിയപ്പോൾ അയൽക്കാർ അദ്ദേഹത്തെ ദുർമന്ത്രവാദിയായി മുദ്രകുത്തി. സുഹൃത്തുക്കൾ ഹാമസിയെ ഒറ്റപ്പെടുത്തുന്നതിനും അതുപോലെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നതിനുമൊക്കെ കാരണമായി. തനിക്കൊരു സാമൂഹിക വലയം ഇല്ലെന്നും ഈ വിചിത്ര കോടീശ്വരൻ പറയുന്നുണ്ട്. തന്റെ വീട്ടുജോലിക്കാരിക്ക് മാത്രമേ ഹാമസിയുടെ കിടപ്പുമുറിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതായത് വിവാഹത്തിന് മുൻപ് ഹാമസിയെ ഉണർത്താൻ വീട്ടുജോലിക്കാരി 6 തവണ ശവപ്പെട്ടിയിൽ മുട്ടുന്ന ഒരു പ്രത്യേക ആചാരം പിന്തുടരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ അസാധാരണത്വം കൂടിയാണ് കാട്ടുന്നത്. ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന പാരമ്പര്യേതര ജീവിതശൈലി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു പങ്കാളി അന്വേഷിച്ചിരുന്ന ഹാമസിക്ക് വിവാഹം ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഒരിക്കൽ ഹാമസി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീക്ക് കിടക്കാൻ ശവപ്പെട്ടി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞതോടെ ആ സ്ത്രീ അയാളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ശേഷം അടുത്തിടെ വ്യത്യസ്ത ജീവിത രീതികൾ ഉള്ളവരോട് ആരാധനയുള്ള ലാറ്റഫ എന്ന യുവതി ഹാമസിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ഇരുവരും വിവാഹിതരുമായി. ആദ്യ നാളുകളിൽ ശവപ്പെട്ടികളിൽ ഉറങ്ങാൻ ഭയം തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ലാറ്റഫയും ഹാമസിക്കൊപ്പം ശവപ്പെട്ടിയിലാണ് ഉറങ്ങുന്നത്. എന്തായാലും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിട്ടും സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ തന്നെ ഹാമസി തന്റെ പ്രത്യേക രാത്രികാല രീതികൾ തുടരുകയാണ്. ആർക്കും ദോഷമായി വരാത്ത ഒരാളുടെ തിരഞ്ഞെടുപ്പുകൾ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്നാണ് ഹാമസി ചോദിക്കുന്നത്. ശരിയാണല്ലേ?